നമസ്കാരം. എൻ്റെ വീട്ടിൽ ഉൾപ്പെടെ നമ്മുടെയൊക്കെ വീട്ടിൽ 100 രൂപയ്ക്ക് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന സ്ത്രീകളുണ്ട്. റോഡിലിറങ്ങിയാൽ ഹരിതകർമ്മസേനയുണ്ട്. ഹരിതകർമ്മസേനയൊക്കെ ഈ കോർപ്പറേഷൻ മേയറോടൊക്കെ പറയാനുള്ളത്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറോടൊക്കെ വി വി രാജേഷിനോട് പറയാനുള്ളത്, ലോകത്ത് ഇത്രയും പ്രാകൃതമായ രീതിയിൽ ജൈവ വേസ്റ്റ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം വേറെയില്ല. ചെറിയൊരു പ്ലാസ്റ്റിക് കവർ 2 കയ്യിൽ വിട്ടിട്ടാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ, അവർ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഹരിതകർമ്മസേന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വണ്ടിയുണ്ട് പലർക്കും. പക്ഷേ അവർ 2 കൈ കൊണ്ടാണ് ഈ മനുഷ്യൻ്റെ കഴിച്ച ഭക്ഷണ വേസ്റ്റ് ഉൾപ്പെടെ വാരിയെടുത്തിടുന്നത്. സങ്കടകരമാണ് ആ സ്ത്രീകളുടെ കാര്യം. അവർ നാമമാത്രമായ ജോലിക്കാണ് വരുന്നത്. ഈ ജോലിയിൽ ഏത് ജാതിക്കാർ വരുന്നു, മതക്കാർ വരുന്നു എന്നുള്ളതൊക്കെ വേറെ വിഷയം. അതെല്ലാം ചർച്ച ചെയ്താൽ പിന്നെ സമൂഹം വേറെ കലുഷിതമായിട്ട് പോകും. എന്തായാലും ഹരിതകർമ്മസേനയിലെ സ്ത്രീകൾ, ആശാ വർക്കേഴ്സ് നാമമാത്രമായ തുകയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ അങ്കണവാടി ടീച്ചർമാർ, വർക്കർമാർ, വളരെ നാമമാത്രമായ തുകയ്ക്ക് വർക്ക് ചെയ്യുന്നവർ, പെൻഷൻ പറ്റിയാൽ പോലും പെൻഷൻ സമയത്ത് കിട്ടാത്തവർ, അങ്കണവാടി ഹെൽപ്പർമാർ, അങ്കണവാടിയുടെ പെൻഷൻ പറ്റിയവർ, പാചക തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, ഇത് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും, കൈത്തറി തൊഴിലാളികൾ, നഴ്സുമാർ, അതുപോലെ തന്നെ നമ്മൾ എത്ര ബഹളമുണ്ടാക്കിയിട്ടും കോഴിക്കോടും എറണാകുളത്തിലും നിൽക്കുന്നതിനെതിരെ സമരം ചെയ്തിട്ടും അവർക്ക് സ്റ്റൂള് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും രാവിലെ ടെക്സ്റ്റൈൽസുകളിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിരിക്കും തിരക്ക്, ബാക്കി സമയത്ത് തിരക്കില്ലാത്ത സമയത്ത് പോലും സ്ത്രീകൾ ഇരിക്കാൻ സ്റ്റൂള് കൊടുക്കാത്ത ഇപ്പോൾ വലിയ കടകളെ സംബന്ധിച്ചിടത്തോളം, പോത്തീസ് പോലുള്ള, അല്ലെങ്കിൽ ജയലക്ഷ്മി പോലുള്ള, അല്ലെങ്കിൽ കല്യാൺസ് പോലുള്ള വലിയ കടകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കടകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 10-20 സ്റ്റൂള് വാങ്ങിയിടുന്നതിനോ അല്ലെങ്കിൽ അവിടെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിടുന്നതിനോ ഒന്നും ഒരു വിഷമമുള്ള കാര്യമല്ല. പക്ഷേ അത് ചെയ്യില്ല. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇന്ന് പറയാൻ കാരണം, സ്ത്രീ എന്ന് പറയുന്ന, വനിത എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ നീതി നിഷേധത്തിൻ്റെ കാണാപ്പുറങ്ങളാണിതൊക്കെ. നമ്മൾ കാണുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ, എത്രയോ 70-80 വയസ്സായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഓട്ടോയിൽ കൊണ്ടുവന്ന് തിരുവനന്തപുരം നഗരത്തിൽ പോലും നമുക്ക് അവർക്ക് കൃത്യമായ സ്ഥലം പോലുമില്ല, മുക്കിന് മൂലയിലൊക്കെ കൊണ്ടുവച്ചിരുന്നവർ പോകുന്നു. എനിക്കറിയാമെന്നുള്ള സ്ഥലത്ത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻകാർക്ക്, ഞാൻ പേര് പറയുന്നില്ല, യൂണിയൻകാരെ അധിക്ഷേപിക്കുന്ന കാര്യം, 1-2 പേര് ചെയ്യുന്നത് എല്ലാവർക്കും കൂടി ബാധകമാവണ്ടല്ലോ, യൂണിയൻകാർക്ക് സൗജന്യമായി മീൻ കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെയും പോലീസിനെയും കൊണ്ട് റോഡ് വെക്കൽ മീൻ വിൽക്കുന്നു എന്ന് പറഞ്ഞ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ അവിടെ നിന്ന് ഓടിച്ച കഥ എനിക്കറിയാം. തെരുവോരങ്ങളിലിരിക്കുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ പുനരധിവസിപ്പിക്കണം കോർപ്പറേഷനൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലായാലും വിദേശത്തായാലും ലോകത്തെവിടെയായാലും വനിതകൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. അതുകൊണ്ടാണ് മാർച്ച് 8 ഇന്നേ ദിവസം ലോക വനിതാ ദിനമായി ആചരിക്കുന്നത്. കുടുംബങ്ങളിൽ നടക്കുന്ന ബലാത്സംഗം, കല്യാണം കഴിച്ചവർ പോലും ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിൽ പോലും ഒരുപാട് റേപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും, വീട്ടിനകത്ത് നടക്കുന്ന അതിക്രമങ്ങളും, രാവിലെ ഒരു വീട്ടമ്മ എഴുതിച്ചാൽ വൈകുന്നേരം വരെ വീട്ടുജോലി മാത്രം ചെയ്യുന്ന വീട്ടമ്മ എത്ര മണിക്കൂറായിരിക്കും അവർ നടക്കുന്നത്. എനിക്കറിയാമെന്നുള്ളൊരു ഉമ്മയുണ്ട്, ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരെ വീട്ടിൽ 8-10 മക്കളുണ്ട്, അവരെ സഹോദരങ്ങളുണ്ട്, കൂട്ടുകുടുംബമാണ്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, വാപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഒരു സ്ത്രീ, ഒരു വനിത, അവർ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ, അവർ വെളുപ്പാങ്കാലം 3 മണിക്കാണ് ഉറക്കമെഴുന്നേറ്റ് പണി തുടങ്ങുന്നത്. കാരണം എല്ലാവരും സ്കൂളിൽ അയക്കണം, കോളേജിൽ അയക്കണം, എല്ലാം. രാത്രി ഉറങ്ങുന്നത് 12 മണിക്കാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ് നേരിട്ട്. പക്ഷെ അവരെന്താണ്, മൃഗം പോലെ ജോലി ചെയ്യുന്നു. ആരാണ് അവരുടെയൊക്കെ ജോലി ഇവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്? അതുകൊണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ. രാത്രി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം, മറ്റ് തൊഴിലിടങ്ങളിലുള്ള പീഡനം, സ്ത്രീ സൗഹൃദമല്ലാത്ത ഓഫീസുകൾ, സ്ത്രീ സൗഹൃദമല്ലാത്ത സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ള രാജ്യത്ത് നമ്മൾ വനിതാ മതിൽ കിട്ടിയതുകൊണ്ടോ, നവോത്ഥാനം പറഞ്ഞതുകൊണ്ടോ, ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് സ്ത്രീകളെ കയറ്റിയതുകൊണ്ടോ തീരുന്നതല്ല സ്ത്രീകളുടെ പ്രശ്നം. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് നഗരത്തിലിറങ്ങിയാൽ വാഷ്റൂമുകൾ വളരെ കൃത്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് യൂറിനൽ ഇൻഫെക്ഷൻ്റെ വലിയ അസുഖമാണ് ഉണ്ടാകുന്നത്. അനീമിക് പോലുള്ള പിളർച്ചയുടെ വലിയ രൂപമാണ് പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ. ഭക്ഷണം കഴിക്കില്ല, മൂത്രം ഒഴിച്ച് ബാത്റൂമിലൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഭക്ഷണവും കഴിക്കത്തില്ല. അങ്ങനെ
ഇരട്ട ദുരന്തത്തിലേക്ക് പോകുന്ന കാലത്ത് സ്ത്രീനീതി എന്ന വിഷയമാണ് ഇന്ന് ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്ത്രീനീതി എന്നാൽ അന്തസ്സായി ജീവിക്കാനുള്ള ഭരണഘടനയുടെ 14 ആർട്ടിക്കിൾ 14 പറയുന്ന കാസ്റ്റും ക്രീഡും സെക്സും മെയിലും ജെൻഡറും ഫീമെയിലും ഒന്നും കണക്കാക്കാതെ മനുഷ്യർക്ക് തുല്യത കൊടുക്കുന്ന, തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കുന്ന, തുല്യ ജോലിക്ക് തുല്യ സംവിധാനം കൊടുക്കുന്ന, സ്ത്രീകളുടെ പരിമിതികൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ജൈവിക പ്രത്യേകതകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ശാരീരിക ഘടന മനസ്സിലാക്കി ഒക്കെ ഒരുപാട് പരിഗണനകൾക്ക് ആവശ്യമുണ്ട്. അവർ മാസത്തിൽ അവർക്ക് 50-55 വയസ്സ് വരെ, 10 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ 50 വയസ്സ് വരെ മെൻസസ് പീരീഡാണ്. അപ്പോൾ ആ പീരീഡിന് അവർക്ക് വേണമെങ്കിൽ നമ്മളെ ശമ്പള പരിഷ്കരണത്തിലൊക്കെ അതൊക്കെ വയ്ക്കേണ്ടതാണ്. 3 ദിവസം അവർക്ക് അവധി കൊടുക്കേണ്ടതാണ്. കൃത്യമായി ഈ മെൻസസ് പീരീഡിൽ 2-3 ദിവസം അവധി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അങ്ങനെ വിമൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വിമൺ ജസ്റ്റിസ് നടപ്പിലാക്കുന്ന ഒരു സമൂഹമായി നമ്മളെന്ന് മാറും. പാർലമെൻറ്റിൽ 50% സ്ത്രീകൾക്ക് 33% പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല. ഇനി 50% എന്ന് വരും. കേരള അസംബ്ലിയിൽ 8% മുതൽ 18% വരെയാണ് ഇന്ത്യയിലെ അസംബ്ലികൾ എടുത്താൽ അവിടെ വരുന്നത്. വല്ലപ്പോഴും ഒരു താൻസി റാണിയോ, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ പ്രസിഡന്റിനെ പോലെ ഒരു മുർമുവോ, ഒരു മമതാ ബാനർജിയോ, അല്ലെങ്കിൽ ഒരു പ്രതിഭയോ, അല്ലെങ്കിൽ കുറച്ച് ഗവർണർമാരോ, ചില മുഖ്യമന്ത്രിമാരോ, ചില ഒറ്റപ്പെട്ട ചീഫ് സെക്രട്ടറിമാരോ, അങ്ങനെയുള്ള വനിതകൾ വരുന്നതല്ലാതെ രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, പാർലമെൻ്ററി രംഗത്ത്, നിയമസഭയുടെ രംഗത്ത് ഒക്കെ വലിയ തോതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ആവശ്യമുള്ള, നീതി ആവശ്യമുള്ള, ഈ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്നിനെടുത്ത് വയ്ക്കലല്ല, പുരുഷനെ മാറ്റി അവിടെ സ്ത്രീയെ കയറ്റി വയ്ക്കലല്ല, അത് ഒരു ഘടകം. അതിലുപരിയായിട്ടുള്ള വലിയ നീതി നടപ്പിലാവണം എന്നുള്ളതാണ് ഈ വർഷത്തെ വിഷയം. അതുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി അംഗനവാടിക്കാരുടെ പ്രശ്നങ്ങൾ സീരിയസ് ആയി ഞങ്ങൾ ഈ ചാനൽ കൈകാര്യം ചെയ്തു. അതുപോലെ ആശാ വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ കഥയാണ്, ദുരന്തങ്ങളുടെ കഥയാണ്. വളരെ സങ്കടകരമാണ്. വളരെ കുറഞ്ഞ ശമ്പളത്തിന് വളരെ കൂടിയ ജോലി ചെയ്യേണ്ടി വരുന്നു. ഒരു ഡോക്ടറും നഴ്സും നിങ്ങളെടുത്ത് നോക്കൂ. നഴ്സാവണമെങ്കിൽ 4 വർഷം പഠിക്കണം. അവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ നാമമാത്രമായ തുകയും പീഡനവും രണ്ടുമുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പീഡനവുമുണ്ട്. ശമ്പളം കൊടുക്കുന്ന മാത്രമല്ല, വലിയ പീഡനവുമുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾ എടുത്താൽ, അൺഎയ്ഡഡ് സ്കൂളുകൾ എടുത്താൽ, മാനേജ്മെൻറ്റ് സ്വാശ്രയ കോളേജുകൾ എടുത്താൽ, മാനേജ്മെൻറ്റ് കോളേജുകൾ എടുത്താൽ, അവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. നാമമാത്രമായ ശമ്പളമാണ് കൊടുക്കുന്നത്. സേവന വേതന വ്യവസ്ഥകളൊക്കെ വളരെ മോശമാണ്. ഈ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ എടുത്താൽ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ഈ വർഷത്തെ വനിതാ ദിനം നമ്മളോട് ചോദിക്കുന്നത്. അശരണരായ, നിലാരംബരായ, നിശബ്ദരായ വനിതകളോടൊപ്പം സുഭാഷിതം ചാനൽ എല്ലാ കാലവും ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെയും അറിയിക്കുക. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു.